പെരുമ്പിലാവ് കൊലപാതകത്തിലെ മുഖ്യപ്രതി ലിഷോയെ പോലീസ് പിടികൂടിയത് അതിസാഹസികമായി. നേരം പുലരുന്നതുവരെ വീടിന് പിന്നിലെ കുറ്റിക്കാട്ടിലെ കുളത്തിലായിരുന്നു ലിഷോയ് ഒളിച്ചിരുന്നത്. പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സിനിമാ സ്റ്റൈൽ രംഗങ്ങൾക്കിടെയാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ഇന്നലെ രാത്രി മുതൽ മുഖ്യപ്രതി ലിഷോയ്ക്ക് വേണ്ടി വ്യാപക തിരച്ചിലായിരുന്നു പോലീസ് നടത്തിയത്. പക്ഷേ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. നേരം പുലർന്നു തുടങ്ങി. സമയം 6:10. ലിഷോയുടെ ടവർ ലൊക്കേഷൻ പുലർച്ചെ വീടിന് സമീപം ലഭിച്ചിരുന്നുവെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. സമീപത്തെ പാടവരമ്പിലൂടെ ഒരു ഉദ്യോഗസ്ഥൻ തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കുളത്തിൽ ഒളിച്ചിരിക്കുന്ന ലിഷോയ് പുറത്തു ചാടുന്നത്. പ്രതിക്ക് പിന്നാലെ പോലീസ് സംഘം പാഞ്ഞു. 500 മീറ്റർ ദൂരം ഓടിയ ലിഷോയെ പിന്നീട് കണ്ടില്ല. സമീപത്തെ വീടുകളിൽ കയറാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ 300 മീറ്റർ ചുറ്റളവിൽ പോലീസ് അരിച്ചു പെറുക്കി. പോലീസ് കാടിളക്കി തെരച്ചിൽ നടത്തുമ്പോൾ സമീപത്തെ വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു വീണ്ടും ലിഷോയ്. പോലീസ് സമീപത്തില്ലെന്ന് കണ്ട പുറത്തു ചാടി. പക്ഷേ പിടി വീണു. ബലപ്രയോഗം നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഏറെ സാഹസികമായി പോലീസ് വരുതിയിലാക്കി. പ്രതിയെ മേഖലയിൽ അധിക നേരം നിർത്തിയാലുള്ള സുരക്ഷാ ഭീഷണികൾ മുന്നിൽ കണ്ട പോലീസ് ഞൊടിയിടയിൽ പോലീസ് സ്റ്റേഷനിലേക്ക്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി പുറത്തിറങ്ങുമ്പോൾ തന്നെ സാഹസികമായി പിടികൂടിയ പോലീസിനെ പ്രതി തന്നെ പ്രശംസിച്ചു. ഒരു രാത്രി ലിഷോയ് ചിലവഴിച്ചത് ഈ കുളക്കരയിലാണ്. രാവിലെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടുന്നത് പോലീസ് ഏറെ പണിപ്പെട്ടു. ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. തൃശൂരിൽ നിന്നും സൂരജ് ജി, 24. മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷറഫിന് 13 വർഷവും 9 മാസവും തടവ്. രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് 8 വർഷവും 9 മാസവും തടവ് ശിക്ഷ. മഞ്ചേരി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്ന് വിശദാംശങ്ങൾ നൽകും. വിപിൻ, വിധിയുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ പ്രോസിക്യൂഷൻ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? ശിക്ഷാവിധിയോട് വിജയകുമാർ, ഇതിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടുള്ള EM കൃഷ്ണൻ നമ്പൂതിരി ഇപ്പോൾ പറഞ്ഞത്, ഇതിൽ പ്രാഥമികമായി മനസ്സിലാക്കുമ്പോൾ തന്നെ സ്റ്റേറ്റിന് വേണമെങ്കിൽ അപ്പീൽ പോകാവുന്ന ഒരു കേസായിട്ടാണ്. കാരണം ചില ആളുകൾ ഇതിൽ നിന്ന്, ഈ ശിക്ഷാവിധിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇത് ഫയലുകൾ പഠിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്നുള്ളതുമാണ് ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഏറെ കോലിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഈ ഷാബാസ് ഷെരീഫ് വധക്കേസിലെ ശിക്ഷാവിധി ഇങ്ങനെയാണ്. ഓരോ കുറ്റങ്ങൾക്കും പ്രത്യേകം തന്നെ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്. അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷറഫിന് മൊത്തം 13 വർഷവും 9 മാസവുമാണ് തടവ് ശിക്ഷ. ഗൂഢാലോചനയ്ക്ക് 2 വർഷം, തടവിൽ പാർപ്പിക്കൽ 3 വർഷം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ 8 വർഷം, തെളിവ് നശിപ്പിക്കുന്നതിന് 9 മാസം. ഒപ്പം തന്നെ 2,45,000 രൂപ പിഴയും ഒടുക്കണം. രണ്ടാം പ്രതിയായിട്ടുള്ള ഷിഹാബുദ്ദീന് 8 വർഷവും 9 മാസവുമാണ് ശിക്ഷ. 60,000 രൂപയാണ് പിഴയൊടുക്കേണ്ടത്. ആറാം പ്രതിയായിട്ടുള്ള നിഷാദാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടുള്ള മൂന്നാമത്തെ ആള്. ഇയാൾ 5 വർഷവും 9 മാസവും തടവ് അനുഭവിക്കണം. ഗൂഢാലോചനയ്ക്ക് 2 വർഷവും, തടവിൽ പാർപ്പിക്കൽ 3 വർഷം, തെളിവ് നശിപ്പിക്കൽ 9 മാസം. ഇങ്ങനെയാണ് ശിക്ഷ. ഒപ്പം തന്നെ 30,000 രൂപ പിഴയും ഒടുക്കണം. ഈ തുക ഇവരുടെ ഷാബാസ് ഷെരീഫിന്റെ കുടുംബത്തിന് കൈമാറണം എന്നുള്ളതുമാണ് ഈ സുപ്രധാന വിധി ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ 12 പേർ വിചാരണ നേരിട്ടതിൽ 9 പേരെ കുറ്റവിമുക്തരാക്കിയിരുന്നു. 3 പേർക്കുള്ള ശിക്ഷാവിധിയാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് 2019 2019 മൈസൂരിലെ പാരമ്പര്യ വൈദ്യനായിരുന്ന, അവിടുത്തെ ഒറ്റമൂലി ചികിത്സകനായിരുന്ന ഷാബാസ് ഷെരീഫിനെ ഷൈബിൻ അഷറഫിന്റെ സംഘം അവിടെ നിന്ന് നിലമ്പൂരിലെ മുക്കട്ട വീട്ടിലേക്ക് തട്ടിക്കൊണ്ടുവരികയായിരുന്നു. ലക്ഷ്യം ഈ ഒറ്റമൂലിയുടെ രഹസ്യം അറിയുക, അങ്ങനെ ആ രഹസ്യം വെച്ചുകൊണ്ട്, ആ കാര്യം വെച്ചുകൊണ്ട് തന്നെ ഇവിടെ വിപണനം നടത്തി പണമുണ്ടാക്കുക, ഇതായിരുന്നു ലക്ഷ്യം. പക്ഷേ 1 വർഷത്തോളം അതിക്രൂരമായി തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ചിട്ടും ഈ ഒരു ഒറ്റമൂലിയുടെ രഹസ്യം ഷാബാസ് ഷെരീഫ് കൈമാറിയില്ല. ഇതോടുകൂടി ഉപദ്രവിക്കുന്നതിനിടയിൽ, ചവിട്ടുന്നതിൻ്റെ ഇടയിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഇങ്ങനെ കൊല്ലപ്പെട്ട
കൊല്ലപ്പെട്ടതിന് ശേഷം ശരീരഭാഗങ്ങൾ മൃതദേഹം വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ കൊണ്ടുപോയി തള്ളി എന്നുള്ളതാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. 2020 ഈ സംഭവം നടന്നതിന് ശേഷം 2022 മാത്രമാണ് പുറത്തേക്ക് വന്നത്. ഒരു മൃതദേഹമോ അതിൻ്റെ അവശിഷ്ടങ്ങളോ ഒന്നും ലഭിക്കാത്തത് കൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ ആനുകൂല്യം പോലും ഇതിന്റെ കേസിന്റെ വിചാരണയിൽ ഒരു അനുകൂല ഘടകമായില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകളാണ് പ്രധാനമായും ഈ കേസിനെ സംബന്ധിച്ച് ഉണ്ടായത്. അതിൽ ഒരു മുടിനാരിഴ, ഈ ഷൈബിൻ അഷ്റഫിന്റെ വാഹനത്തിൽ നിന്ന് കിട്ടിയ ഒരു മുടിനാരിഴയും അതിന്റെ പ്രത്യേകമായി നടത്തിയ DNA പരിശോധന, ഒപ്പം തന്നെ 7ാം പ്രതിയായിട്ടുള്ള നൌഷാദ് മാപ്പ് സാക്ഷിയായി മാറി. അയാളുടെ ഫോണിൽ ഈ ഷാബാസ് ഷെരീഫിനെ തടങ്കൽ പ്രാപിച്ച് ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. ഇതാണ് ഈ കേസിൽ ഏറ്റവും നിർണായക തെളിവായത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നു, ഗൂഢാലോചന തെളിഞ്ഞിരിക്കുന്നു. അതിലെ ശിക്ഷാവിധിയാണ് ഇന്നിപ്പോൾ മഞ്ചേരി 1ാം ക്ലാസ് അഡീഷണൽ സെക്ഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി സർക്കാർ ഈ കേസിൽ അപ്പീൽ പോകുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ഒപ്പം തന്നെ 1ാം പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യ ഫസ്നയടക്കം 9 പേരെയാണ് ഈ കേസിൽ വെറുതെ വിടുകയും ചെയ്തത്. വിജയകുമാർ. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാൻ സാധ്യതയുള്ള കേസാണ് എന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അറിയിച്ചിട്ടുണ്ട്. കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഇടുക്കി തൊടുപുഴയിൽ നിന്ന് കാണാതായ ആളുടെ മരണം കൊലപാതകമെന്ന് സംശയം. തൊടുപുഴ ചുങ്കം സ്വദേശി ബിജു ജോസഫാണ് മരിച്ചത്. ബിജുവിനെ കൊലപ്പെടുത്തി മൃതദേഹം ഗോഡൌണിൽ ഒളിപ്പിച്ചു എന്നാണ് സംശയം. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗോഡൌണിൽ പരിശോധന തുടരുകയാണ്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, ഇതിൽ കൊലപാതകമെന്ന് ഉറപ്പിക്കാറായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന് കാരണമായ ഘടകങ്ങൾ? ഇതൊരു കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഉൾപ്പെടെ പിടിയിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ആരുടെയെങ്കിലും കൊട്ടേഷനാണോ ഈ കൊലപാതകം? വിജയകുമാർ, കൊലപാതകം എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് പോവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കലയന്താനിയിലെ ദേവമാത കേറ്ററിംഗിന്റെ ആ ഗോഡൌണിൽ പരിശോധന നടക്കുകയാണ്. അവിടുത്തെ മാൻഹോളിൽ ഈ മൃതദേഹം ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കസ്റ്റഡിയിലായിട്ടുള്ള പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ആളെ കാണാതാകുന്നത്. പുലർച്ചെ 4 മണിയോടുകൂടി ചായ കുടിക്കാനെന്ന പേരിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നീട് തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഈ സാബുവിന്റെ ഭാര്യ നൽകിയ മൊഴിയിൽ പറയുന്നത്. അതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു കാപ്പ കേസ് പ്രതിയെ പിടികൂടിയിരുന്നു. ഈ കാപ്പ കേസ് പ്രതിയെ പിടികൂടിയതിന് പിന്നാലെയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട സൂചന പോലീസിന് ലഭിക്കുന്നത്. ഇയാളെ ഈ സാബുവിനെ കൊലപ്പെടുത്തി ഈ കേറ്ററിംഗിന്റെ ഗോഡൌണിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ള മൊഴിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട 3 പേരുടെ പേരുവിവരങ്ങൾ പോലീസിന് ഈ കാപ്പ കേസ് പ്രതി നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഉൾപ്പെടെ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഈ സാബുവും മറ്റു ചില ആളുകളും തമ്മിൽ നിലനിന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ കൊട്ടേഷനും അതിനെ സംബന്ധിച്ചുണ്ടായ കൊലപാതകവുമാണ് നടന്നിരിക്കുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. നിലവിൽ ഈ ഗോഡൌണിൽ പരിശോധന നടത്തുകയാണ്. ഇടുക്കി SP-യുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഈ സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം ഈ മാൻഹോളിന്റെ അകത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരവും. ഒരുപക്ഷെ മൃതദേഹം പല കഷ്ണങ്ങളാക്കി പല ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും തെരച്ചിലും നടത്തുമെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നിലവിൽ വലിയൊരു കൊലപാതകം, അത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കൊലപാതകം, അത് കൊട്ടേഷൻ നൽകി കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ. ഇതിനോടകം 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ ഗോഡൌണിൽ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുകയാണ്. ഒരു വലിയ ഒരു കൊട്ടേഷൻ കൊലപാതകം എന്ന നിലയിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ പോലീസ് കൂടുതൽ കാര്യങ്ങൾ ഔദ്യോഗികമായി അല്പസമയത്തിനകം പറയും എന്ന് കരുതാം. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് കട്ടപ്പനയിൽ നിന്ന്. ആശാ വർക്കേഴ്സ് ഉയർത്തുന്ന വിഷയങ്ങളിൽ കേന്ദ്ര നയം മാറ്റാതെ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സമരത്തിൽ സംസ്ഥാന സർക്കാരിനെയും മന്ത്രി വീണ ജോർജിനെയും കുറ്റപ്പെടുത്താനില്ല എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കൂട്ട ഉപവാസത്തിലേക്ക് കടക്കുകയാണ് ആശാ വർക്കേഴ്സ്. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ചൂടേറുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ആശാ വർക്കേഴ്സ് നിലപാട് കടുപ്പിക്കുന്നത്. തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസമിരിക്കാനാണ് തീരുമാനം. എന്നാൽ സത്യാഗ്രഹ സമരത്തിലേക്ക് സമരക്കാർ നീങ്ങരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാൻ ഇനിയും അനുമതി തേടുമെന്നും മന്ത്രി. അപ്പോയിന്റ്മെന്റിന് വേണ്ടി അനുമതി തേടിയിരുന്നു. ഇനി അവിടെ നിന്നുള്ള മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ആ മറുപടി എന്നാണ് എന്നുള്ളത് നമുക്കൊരു അറിയിപ്പ് ഏതെങ്കിലും തരത്തിൽ ലഭിച്ചാൽ അത് സംബന്ധിച്ചിട്ടുള്ള നമുക്ക് കാണും. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരവേദി സന്ദർശന വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കി. ആശാ വർക്കേഴ്സിനെ താൻ കണ്ടത് ആത്മാർത്ഥമായാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാരിന് എടുത്തുചാടി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും പ്രതികരണം. ഒരു സർക്കാരിനൊരു തീരുമാനം എടുക്കണമെങ്കിൽ കേരള സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
അവർക്ക് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാനൊക്കത്തില്ല. സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് കാസർഗോഡ് നിന്നുള്ള ആശാ വർക്കേഴ്സ് സമരവേദിയിലെത്തി. കന്നഡയിൽ മുദ്രാവാക്യം വിളിച്ചായിരുന്നു ഐക്യദാർഢ്യം. രാപ്പകൽ സമരത്തിന്റെ 41-ാം ദിവസവും നിരാഹാര സമരത്തിന്റെ 3-ാം ദിവസവുമായ ഇന്ന് കോൺഗ്രസ് നേതാക്കളും സമരപന്തലിലെത്തി. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിന്റെ സമരം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വിഷയത്തിൽ സർക്കാരിൻ്റേത് കള്ളക്കളിയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. എന്നാൽ പ്രശ്നം പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതികരിച്ചു. ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാതെ ഗവൺമെന്റ് കള്ളക്കളി നടത്തുകയാണ്. പാവപ്പെട്ട ആശാ വർക്കർമാരുമായി ഒരു ചർച്ച നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് തെറ്റായ നടപടിയാണ്. മുഖ്യമന്ത്രി ആ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ച റേഷ്യോക്കാളും കൂടുതലാണ് ഞങ്ങളവിടെ കൊടുക്കുന്നത്. 60-40 ആണ് അതിൻ്റെ റേഷ്യോ. 3000 രൂപയാണ് കേന്ദ്രം കൊടുക്കുന്നത്, 7000 രൂപയാണ് കേരള ഗവൺമെൻറ് കൊടുക്കുന്നത്. എന്നാലും അവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളോട് ഒരു രൂപത്തിലുള്ള വിയോജിപ്പ് CITUവിനോ LDFിനോ ഗവൺമെൻറ്റിനോ ഇല്ല. പക്ഷേ അത് പരിഹരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പ്. ഗുരുതരമായി പരിക്കേറ്റ ചെമ്പ്രശ്ശേരി സ്വദേശി ലുഖ്മാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 2 തോക്കുകളും കമ്പിവടികളുമായാണ് അക്രമി സംഘം എത്തിയതെന്ന് പരിക്കേറ്റവർ 24നോട് പറഞ്ഞു. ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ചെമ്പ്രശ്ശേരി സ്വദേശി ലുഖ്മാനാണ് വെടിയേറ്റത്. സംഘർഷത്തിൽ ലുഖ്മാന്റെ സുഹൃത്തുക്കൾക്കും പരുക്കുപറ്റിയിട്ടുണ്ട്. ആയുധങ്ങളുമായി എത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് പരുക്കേറ്റവർ പറഞ്ഞു. ലുഖ്മാൻ പറഞ്ഞ എൻ്റെ സുഹൃത്ത്, നമ്മളൊക്കെ സുഹൃത്താണ്. ഇവിടെ വെടി കൊണ്ടിട്ട് ഇതിൽ തുളഞ്ഞാണ് പോയി. പോകാൻ പറയണേ, എടാ എനിക്ക് വെടി കൊണ്ടുകണേ. പിന്നെ ഒരു സൗണ്ടില്ല, മുഖമൊക്കെ നീര് വന്ന് ഇരുമ്പ് വടിയൊക്കെ ആയിട്ട് അടി, കാലിനടിയിട്ടിട്ട് കാല് പൊട്ടിക്കണേ. അതേപോലെ മൂക്കിനെ ഇപ്പോൾ പിന്നെ CT സ്കാൻ എടുത്തപ്പോൾ അതിൽ പൊട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ അതേപോലെ കയ്യിന് ചെറിയൊരു ചതവുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ടൈമിലായി അടിക്കണം. എന്തിനാ അടിച്ച് എങ്ങനെ അടിച്ചൊന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല. ഇവരെന്തിനും ഒന്ന് അടിച്ചു എന്നുള്ളത്. ഇവരുടെ അടുത്ത് തോക്കൊക്കെയാണ്. നാട്ടിലിപ്പോൾ ഒരാൾ തോക്കും കൊണ്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത്രയും റൗഡീസം തന്നെയാണല്ലോ. നമ്മളിത് പ്രതീക്ഷിക്കണം കൂടിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് നാട്ടിലൊരു വ്യക്തിൻ്റെ കയ്യിൽ തോക്ക് കാണുന്നത്. പ്രദേശത്ത് നേരത്തെ നടന്ന ഉത്സവത്തിൽ പ്രാദേശികമായി ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായിരുന്നു. കൊടമശ്ശേരിയും ചെമ്പ്രശ്ശേരി ഈസ്റ്റും തമ്മിലായിരുന്നു സംഘർഷം. ഇതിന്റെ തുടർച്ചയാണ് പുതിയ സംഭവം. സംഘർഷത്തിൽ പാണ്ടിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം ബ്യൂറോക്കൊപ്പം 24 കോഴിക്കോട്. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ രാഷ്ട്രപതി ആശങ്ക അറിയിക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ നേരിട്ട് കണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിമാർ ആശങ്ക അറിയിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ച യോഗത്തിലാണ് ഈ തീരുമാനം. മണ്ഡല പുനർനിർണയത്തിൽ സംസ്ഥാനങ്ങളുടെ ആശങ്ക നീക്കണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. This meeting will serve as strong foundation for the formation and functioning of the Joint Action Committee, which will take the steps forward in making our consensus upheld at the national level. Let me conclude by stating that federalism is not a gift from the Union, but a right of the states. Our collective resistance is not just about seats. It is a fight to preserve India's soul as a diverse and inclusive democracy. ഫെഡറലിസം സംരക്ഷിക്കാൻ സംസ്ഥാനങ്ങൾ ഒന്നിച്ച ചരിത്ര ദിനം എന്നാണ് യോഗത്തെ MK സ്റ്റാലിൻ വിശേഷിപ്പിച്ചത്. என்னை பொறுத்தவரையில் இந்திய கூட்டாட்சியை காக்கும் வரலாற்றின் மிக மிக முக்கிய நாளாக இந்த நாள் அமையப் போகிறது. சென்சஸ் அடிப்படையில் மேற்கொள்ளவிருக்கும் மக்கள் தொகை அடிப்படையிலான தொகுதி மறுசீரமைப்பு என்பது നമ്മെ പോன்ற മാநிலങ്ങളെ വെகுവാக ബാധിക്കப் പോകുന്നത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. റഹീസ്, ഇന്നത്തെ ഈ യോഗം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ശ്രദ്ധേയമാണ്. ഇനി എന്തൊക്കെയാണ് അതിൽ ബാക്കിയുള്ളത്? പ്രധാനപ്പെട്ട യോഗ നടപടികൾ പൂർത്തിയായോ? അല്പസമയത്തിനകം തന്നെ ഈ യോഗം അവസാനിക്കും. ശേഷം കന്നിമൊഴി MP എത്തി ഈ യോഗത്തിന്റെ തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം.
കേവലം ഒരു പ്രസ്താവനയിൽ തുടങ്ങി ശേഷം ഒരു സംസ്ഥാനത്തെ പാർട്ടികളുടെ ഒരു മീറ്റിംഗ് വിളിച്ച് അത് വിപുലീകരിച്ച് ഇപ്പോൾ അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ, അതിലേക്ക് പഞ്ചാബും ഒക്കെ കടന്നു വരുമ്പോൾ അത് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. കാരണം 4 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാര് ഒക്കെയും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു മുഖ്യമന്ത്രി എടുത്ത ഇനിഷ്യേറ്റീവ് പ്രകാരം വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ യോഗം തുടങ്ങി ശേഷം പ്രധാനമായും സ്റ്റാലിൻ പറഞ്ഞത് ഈ ഒത്തൊരുമ എക്കാലവും നിർത്തണം എന്നാണ്. അത് ഇന്ത്യ മുന്നണിയെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. കാരണം ഇന്ത്യ മുന്നണി ഇപ്പോൾ അത്ര കണ്ട് സജീവമല്ല. അതുകൊണ്ട് തന്നെയും ഈ കൂട്ടായ്മ എപ്പോഴും നിലനിർത്തണം എന്ന ആവശ്യമുയർത്തിക്കൊണ്ട് ഇതൊരു ചരിത്ര ദിനമാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്റ്റാലിൻ സംസാരിച്ചു. പിന്നീടാണ് പ്രധാനപ്പെട്ട യോഗത്തിന്റെ തീരുമാനങ്ങൾ പുറത്തേക്ക് വന്നത്. അതായത് രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് ആശങ്ക അറിയിക്കും, അത് മുഖ്യമന്ത്രിമാർ തന്നെ നേരിട്ട് പോയി കാണും. ഒപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത പാർട്ടികളുടെ എംപിമാരൊക്കെ ചേർന്നൊരു ഈ ദിവസം ഒരു ചരിത്ര ദിനം എന്നാണ് എം കെ സ്റ്റാലിൻ അതിനെ വിശേഷിപ്പിച്ചത്. യോഗ തീരുമാനങ്ങൾ അല്പസമയത്തിനകം മാധ്യമങ്ങൾക്ക് മുന്നിൽ കനിമൊഴി MP വിശദീകരിക്കും. യോഗ നടപടികൾ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയെ കണ്ട് ഈ വിഷയത്തിൽ നിവേദനം നൽകാനാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തീരുമാനം. മുഖ്യമന്ത്രിമാർ നേരിട്ട് രാഷ്ട്രപതിയെ കാണും. പാർലമെന്റിൽ MPമാരുടെ ഒരു കോർ കമ്മിറ്റി ഈ വിഷയത്തിൽ പ്രവർത്തിക്കും എന്നും ഇന്നത്തെ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവ് കൊലപ്പെടുത്തിയ ഷിബിലയുടെ കുടുംബം. ഭർത്താവ് യാസറിന്റെ ശല്യത്തെപ്പറ്റി പോലീസിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്ന് കുടുംബം ആരോപിച്ചു. ലഹരിക്കടിമയായ ഭർത്താവ് യാസറിന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ കഴിഞ്ഞ മാസം 28-നാണ് ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. രണ്ടുപേരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതല്ലാതെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടന്നില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. പോലീസ് നടപടിയെടുത്തിരുന്നെങ്കിൽ ഷിബില ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും കുടുംബം. കഴിഞ്ഞ 28-ാം തീയതി സ്റ്റേഷനിൽ പോയി എല്ലാ വിവരങ്ങളും വെച്ച് ഓൻ്റെ ലഹരിൻ്റെ ഉപയോഗങ്ങളും എല്ലാം വെച്ചിട്ട് കറക്റ്റ് എഴുതി അവിടെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെപ്പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി പോലെ കറക്റ്റായിട്ട് എടുത്തിനൊന്നും എൻ്റെ മോളെ പെട്ട് ജീവനുണ്ടാവില്ല. കൊലപാതകം നടന്ന ദിവസം വീട്ടിലേക്ക് എത്തിയ യാസിർ ആദ്യം സ്നേഹത്തോടെയാണ് പെരുമാറിയത്. ഷിബിലയുടെ സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകി. പെട്ടെന്ന് പ്രകോപിതനായി ആക്രമിക്കുകയായിരുന്നുവെന്നും മാതാവ് ഹസീന. ആധാർ കാർഡും പാൻ കാർഡും ഓളെ കയ്യിൽ കൊടുത്ത് ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ഓളെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ആദ്യം കുത്തിങ്ങാന് പിന്നെ ഓളെ അങ്ങോട്ട് ഉന്തി തള്ളിയിട്ട് 2 കത്തി കൊണ്ട് ഓളെ 4 കുത്തി കഴുത്ത് താക്കിക്കാൻ. പിന്നെ ഉപ്പ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഓളെ പിടിക്കുമ്പോഴേക്ക് ഉപ്പനെയും കുത്തി. യാസറിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഷിബിലയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയത്. അതേസമയം പ്രതിക്കായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ശേഷം സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. 24 കോഴിക്കോട്. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്ര പത്തനംതിട്ട ജില്ലയിൽ 2ാം ദിനവും പര്യടനം തുടരുന്നു. ആറന്മുളയിൽ നിന്ന് മോർണിംഗ് ഷോയോടെ കൂടിയായിരുന്നു തുടക്കം. ജില്ലയിലെ പര്യടനം തിരുവല്ലയിൽ സമാപിക്കും. തിരുവാറന്മുള ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും മോർണിംഗ് ഷോയോടെ ആയിരുന്നു SKN40യുടെ പത്തനംതിട്ടയിലെ 2ാം ദിന പര്യടനത്തിന്റെ തുടക്കം. ലഹരിവിരുദ്ധ ക്യാമ്പയിന് പിന്തുണയുമായി എഴുത്തുകാരൻ ബെന്യാമിനെത്തി. സമൂഹത്തിൽ പടരുന്ന തെറ്റായ കാഴ്ചപ്പാടുകളിലൊന്ന് ഇത് ശരീരത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന തരത്തിൽ ഈ ചെറിയ കുട്ടികളുടെ ഉള്ളിലേക്ക് തെറ്റായ ധാരണ വെച്ചു പുലർത്തിയാണ്. അതായത് മദ്യം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചതിനേക്കാൾ അല്ല ഇത് സുരക്ഷിതമാണ് എന്നുള്ള ഒരു തെറ്റായ പ്രചരണം നടത്തുന്നത്. വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെ സത്രക്കടവിലേക്ക് ആറന്മുളയെയും പമ്പയെയും അറിഞ്ഞും പറഞ്ഞും പമ്പയാറിലൂടെ യാത്ര. ഇടശ്ശേരിമലയുടെ പള്ളിയോടപ്പുരയിലെത്തി പള്ളിയോടങ്ങളെക്കുറിച്ച് അടുത്തറിഞ്ഞു. പ്രശസ്തമായ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണ രീതി മനസ്സിലാക്കാൻ പണിശാലയിൽ. റിഫ്രാക്റ്റഡ് ഇമേജ് ആണ് നമ്മുടെ മെർക്കുറി കോട്ടൺ മിററിൽ ലഭിക്കുന്നത്. പക്ഷേ ആറന്മുള കണ്ണാടി ലഭിക്കുന്നത് റിയൽ ഇമേജ് ആണ്. അത് സർഫസിലേക്ക് വീണിട്ട് അവിടുന്ന് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. റിഫ്രാക്ഷൻ ഇല്ലാത്ത ഇമേജ് ആണ് ഇതിനകത്ത് ലഭിക്കുന്നതാണ് ഈ പറയുന്ന ലോഹ സംസ്കരണ ശാസ്ത്രത്തിന്റെ പ്രാധാന്യം. പടയണിത്താളത്തിന്റെ നിറവിൽ ഇലന്തൂരിൽ വരവേൽപ്പ്. ശ്രീ ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രത്തിൽ നിന്നും നടൻ മോഹൻലാലിന്റെ ഇലന്തൂരിലെ വീട്ടിലെത്തി
SKN വിശേഷങ്ങൾ പങ്കുവച്ചു. മോഹൻലാൽ ഇവിടെ വരുന്ന ദിവസം ആഘോഷമാക്കണം. നമുക്ക് നാട്ടുകാർക്കെല്ലാം വലിയ ഇഷ്ടമല്ലേ? തോളൊക്കെ ചരിഞ്ഞ് വിളി അല്ലേ, അടിപൊളിയായിരിക്കും. മോഹൻലാലിന്റെ വീട്ടിൽ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ SKN40 എത്തിയത് ഇലന്തൂർ ഉദയനഗറിൽ. കേരളയാത്രയ്ക്ക് വർണ്ണാഭമായ വരവേൽപ്പാണ് അവിടെ ഒരുക്കിയിരുന്നത്. ആവേശപൂർവ്വം ഇലന്തൂർ ജനത കേരളയാത്രയെ സ്വീകരിച്ചു. ഉദയ കലാ സാംസ്കാരിക സമിതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചാണ് SKN ഇവിടെ ലഹരി വിരുദ്ധ സന്ദേശം പകർന്നത്. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ലഹരി വിരുദ്ധ സംവാദത്തിന് ശേഷം തിരുവല്ല പട്ടണത്തിൽ ഇന്നത്തെ സമാപന സമ്മേളനം നടക്കും. 24 പത്തനംതിട്ട. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിനൊപ്പമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചെന്നും ഗവർണർ പറഞ്ഞു. ലഹരി വിരുദ്ധ ക്യാമ്പസ് എന്ന ദൗത്യത്തിന്റെ പ്രചരണാർത്ഥം കാലിക്കറ്റ് സർവകലാശാല സെനറ്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗവർണർ. ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന വസ്ത്രം ധരിച്ചാണ് ഗവർണർ ഈ ചടങ്ങിനെത്തിയത്. From today onwards, this campaign is launched from Calicut University for the state of Kerala. And I am happy. I had a chat and talk with Honorable CM also. He says, sir, you are doing correct thing. Whole government is with you. He said to me. And this is what, and government itself is starting a campaign from the month of April. Honorable CM told me this. Nobody will be behind, I tell you. And I am confident whole society will be there. കാലിക്കറ്റ് സർവകലാശാലയിലെ സവർക്കർ ബാനറിൽ അതൃപ്തി പരസ്യമാക്കി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സവർക്കർ എങ്ങനെയാണ് രാജ്യദ്രോഹിയാകുന്നതെന്നും എന്ത് ചിന്തയാണിതെന്നും ഗവർണർ ചോദിച്ചു. വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എന്നെഴുതിയ SFI ബാനറിലായിരുന്നു ഗവർണറുടെ പ്രതികരണം. We said we need a Savarkar. We need Chancellor. Chancellor is here with you. You do now whatever you want to do with the Chancellor. But what bad things Savarkar has done? If you go through his educational thinking, you will understand what he has given to this society. He has never thought of his own affairs, his home affairs, his house, his family. Never. He always thought of the others. ഗവർണറുടെ പ്രസംഗത്തിന് പിന്നാലെ സർവകലാശാല അധികൃതരും പോലീസും ബാനർ അഴിച്ചുമാറ്റി. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. മലപ്പുറത്തുനിന്ന് സമീർ, ഈ മറ്റു തരത്തിലുള്ള പ്രതിഷേധമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ബാനർ പിന്നീട് അവിടുന്ന് അഴിച്ചു മാറ്റിയല്ലോ. അവിടെ പിന്നെ SFIയുടെ പ്രതിഷേധമോ മറ്റോ ഉണ്ടായോ? ഈ വിഷയം ഗവർണർ വേദിയിൽ ഉയർത്തുകയും അതിന് ഗവർണർ ചാൻസലർ എന്ന നിലയിൽ അവിടെ മറുപടി പറയുകയും ഒക്കെ ചെയ്തല്ലോ. സാധാരണ ഉണ്ടാകുന്ന നേരത്തെ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ നേരത്തെ ചാൻസലർ ഗവർണറൊക്കെ അവിടെ എത്തിയ സമയത്ത്, ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ അവിടെ എത്തിയ സമയത്തെ പ്രതിഷേധവും ഒക്കെ കണ്ടതാണ്. അത്തരം കാര്യങ്ങളൊന്നും അവിടെ ആവർത്തിച്ചില്ല അല്ലേ? വിജയകുമാർ, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമോ മറ്റും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ ബാനർ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ഥാപിച്ചതല്ല, മറിച്ച് നേരത്തെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ യൂണിവേഴ്സിറ്റിയിൽ എത്തിയ സമയത്ത് SFI സ്ഥാപിച്ച ബാനർ ആയിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ ചാൻസലർ ഒരു പ്രതികരണം നടത്തിയത്. അതിന് പിന്നാലെ ഈ ബാനർ ഇവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തായിരുന്നു ഈ ബാനർ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഗവർണറുടെ പ്രതികരണത്തിന് പിന്നാലെ ഈ ബാനർ ഇവിടെ നിന്നും പോലീസും യൂണിവേഴ്സിറ്റി അധികൃതരും ചേർന്നുകൊണ്ട് മറ്റൊരിടത്തേക്ക് നിലവിൽ മാറ്റിയിരിക്കുകയാണ്. ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിന് ചാൻസലർ എത്തിയ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമായിരുന്നു: ഞാൻ ക്യാമ്പസിനകത്തേക്ക് വരുന്ന സമയത്ത് ഒരു ബാനർ കണ്ടു, വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എന്നായിരുന്നു ഈ ബാനറിൽ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഈ ബാനർ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്? സവർക്കർ എങ്ങനെയാണ് രാജ്യത്തിന് ശത്രുവായി മാറിയിട്ടുള്ളത്? സവർക്കർ രാജ്യത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്തയാളാണ് സവർക്കർ എന്നും ഈ ചാൻസലർ പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള ബാനറുകൾ എങ്ങനെ ക്യാമ്പസിൽ എത്തുന്നുവെന്നത് ശ്രദ്ധിക്കണമെന്നും പരസ്യമായി തന്നെ വൈസ് ചാൻസലറോട് ചാൻസലർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഈ ഫ്ലക്സ് ബോർഡ് ഇവിടെ നിന്ന് മാറ്റുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. വിജയകുമാർ.
സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. സർവകലാശാല അധികൃതരും പോലീസും ഈ ബാനർ പിന്നീട് അഴിച്ചുമാറ്റി. മറ്റു തരത്തിലുള്ള പ്രതിഷേധമൊന്നും അവിടെ പിന്നുണ്ടായില്ല എന്നാണ് സമീർ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഇന്നലെ പോലീസിനെ കണ്ട് യുവാവ് വിഴുങ്ങിയത് MDMA തന്നെ. താമരശ്ശേരി അരയത്തുംചാലിൽ സ്വദേശി ഫായിസ് ആണ് MDMA വിഴുങ്ങിയത്. ഇന്ന് കൂടുതൽ വിദഗ്ധ പരിശോധന നടത്തും. താമരശ്ശേരി അരിയത്തുംചാൽ സ്വദേശി ഫായിസ് ആണ് MDMA വിഴുങ്ങിയത്. അമ്മയെയും ഭാര്യയെയും കുഞ്ഞിനെയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ബഹളം വയ്ക്കുകയായിരുന്ന യുവാവിനെ നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് പിടികൂടുകയായിരുന്നു. ഇതിനിടെയാണ് MDMA വിഴുങ്ങിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രതി. സ്കാനിങ്ങിനിടെ വയറ്റിൽ തരിതരി പോലുള്ള സാധനം കണ്ടെത്തി. ഇത് MDMA ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. യുവാവിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി. ആഴ്ചകൾക്ക് മുമ്പ് താമരശ്ശേരി അമ്പായത്തോട്ടിൽ MDMAയും കഞ്ചാവും അടങ്ങിയ പാക്കറ്റ് വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് ഫായിസ്. 24 കോഴിക്കോട്. കൊല്ലത്ത് MDMAയുമായി പിടിയിലായ യുവതിയുടെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ വീണ്ടും MDMA കണ്ടെത്തി. വൈദ്യപരിശോധനയിലാണ് 46 ഗ്രാം MDMA കണ്ടെത്തിയത്. അഞ്ചാലുമൂട് സ്വദേശി അനില രവീന്ദ്രനാണ് ഇന്നലെ പിടിയിലായത്. കൊല്ലം ജില്ലയിൽ MDMAയുടെ പ്രധാന കരിയറാണ് പിടിയിലായതെന്ന് പോലീസ്. ബംഗളൂരുവിൽ നിന്ന് കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിൽ കൊല്ലത്തേക്ക് MDMA എത്തുന്നുവെന്ന രഹസ്യ വിവരമാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ചത്. തുടർന്ന് കൊല്ലം സിറ്റി ACP ഷെരീഫിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ 3 സംഘങ്ങളായി പരിശോധന ആരംഭിച്ചു. ഇതിനിടയിൽ നീണ്ടകരയിൽ നിന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ പോയ കർണാടക രജിസ്ട്രേഷൻ വാഹനം പിന്തുടർന്ന് പിടിച്ചതോടെയാണ് അനില രവീന്ദ്രൻ കുടുങ്ങിയത്. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച യുവതിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതോടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ സ്കാനിങ്ങിലാണ് യുവതിയുടെ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ 46 ഗ്രാം MDMA പിടികൂടിയത്. കൊല്ലം നഗരത്തിലെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കൊണ്ടുവന്ന MDMA ആണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം സിറ്റി പോലീസ് ഈ മാസം നടത്തിയ 4ാമത്തെ വലിയ MDMA വേട്ടയാണിത്. 24 കൊല്ലം. സംസ്ഥാനത്ത് പോലീസിന്റെയും എക്സൈസിന്റെയും ലഹരിവേട്ടയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വലയിലായത് 10-ലധികം ആളുകൾ. ഇവരിൽ നിന്ന് MDMA, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളും പിടികൂടി. തിരുവനന്തപുരം പാങ്ങാപ്പാറയിൽ നിന്നാണ് നിരോധിത ലഹരി മരുന്നുമായി യുവാവ് പിടിയിലായത്. പ്രതി സിദ്ധാർത്ഥിൽ നിന്നും 25 ഗ്രാം MDMA, 1/2 കിലോ ഹാഷിഷ് ഓയിൽ, 2.25 കിലോ കഞ്ചാവ്, 40 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ പിടികൂടി. 250 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ 3 വർഷം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളാണ് സിദ്ധാർത്ഥ്. നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂരിൽ MDMA വിൽപ്പനയ്ക്കിടെയാണ് 23-കാരൻ അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 44 ഗ്രാം MDMA പിടികൂടി. 21 കേസുകളിൽ പ്രതിയാണ് പിടിയിലായ മലയങ്കീഴ് സ്വദേശി അർജുൻ. ഇത്തരത്തിൽ എക്സൈസിൻ്റെ പരിശോധന വളരെയധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്ന പേരിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. പോലീസിനോട് ചേർന്ന് നിരവധി കമ്പൈൻഡ് ആയിട്ടുള്ള പ്രവർത്തനവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരം വേട്ടമുക്കിൽ നിന്നും 71 ഗ്രാം MDMAയുമായി പിടിയിലായ അജിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുഖ്യകണ്ണി അഷ്കറിനെ കുറിച്ച് വിവരം ലഭിച്ചത്. ബംഗളൂരുവിൽ നിന്നാണ് കണ്ണൂർ സ്വദേശി അഷ്കറിനെ നേമം പോലീസ് പിടികൂടിയത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ മുന്നിൽ നിന്നാണ് യുവാവിനെ MDMAയുമായി എക്സൈസ് പിടികൂടിയത്. പടന്നക്കാട് സ്വദേശി വിഷ്ണുവിൽ നിന്നും 20 ഗ്രാം MDMAയും പിടികൂടി. കോഴിക്കോട് ട്രെയിനിൽ കടത്തുമ്പോഴാണ് 8 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായത്. വയനാട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്തക്കച്ചവടക്കാരനും എക്സൈസ് പിടിയിലായി. ഉത്തർപ്രദേശ് സ്വദേശി അശോകാണ് പിടിയിലായത്. സ്വകാര്യ ബസ്സിലെത്തിയ പാഴ്സൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും 85 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സ്വീകരിക്കാൻ പടക്കം പൊട്ടിച്ചതും ചെണ്ടമേളം നടത്തിയതും വിവാദത്തിൽ. ആശുപത്രി വളപ്പിൽ അത്യാഹിത വിഭാഗത്തോട് ചേർന്നായിരുന്നു പടക്കം പൊട്ടിക്കലും ചെണ്ടമേളവും. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ആശുപത്രികളിൽ ഉണ്ടാകാറില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്ക്, OPD ട്രാൻസ്ഫോർമേഷൻ, നവീകരിച്ച PP യൂണിറ്റ്, ലാബ് എന്നിവയുടെ ഉദ്ഘാടനത്തിനായാണ് മന്ത്രി വീണ ജോർജ് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ മന്ത്രിയെ സ്വീകരിച്ചു. ആശുപത്രി കോമ്പൗണ്ടിൽ അത്യാഹിത വിഭാഗത്തോട് ചേർന്നായിരുന്നു പടക്കം പൊട്ടിച്ചത്.
ഈ സമയം ആശുപത്രിയിൽ രോഗികളുണ്ടായിരുന്നു. പ്രസംഗത്തിൽ ആരോഗ്യമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. ആശുപത്രികളിൽ നമ്മൾ ഈ വെടിക്കെട്ടും ചെണ്ടമേളമൊക്കെ സാധാരണ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് വൈത്തിരിയുടെ ഒരു സന്തോഷം കൂടിയാണെന്ന് എല്ലാവരും ചേർന്നാണ് എന്ന് പറയുകയുണ്ടായി. ചികിത്സാ രംഗത്ത് വയനാട് ജില്ലയെ സ്വയം പര്യാപ്തമാക്കാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ആശുപത്രിയിലെ സൗകര്യം ഏത് സ്വകാര്യ മേഖലയിലെ ആശുപത്രിയുടെ സൗകര്യങ്ങളെ വെല്ലുന്ന നിലയിലുള്ള കാര്യങ്ങളാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. 24 വയനാട്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മലയാളം ചോദ്യപേപ്പറിന് പിന്നാലെ മറ്റു വിഷയങ്ങളിലെ ചോദ്യപേപ്പറുകളിലും കൂട്ടക്ഷരത്തെറ്റ്. ബയോളജി, എക്കണോമിക്സ്, കെമിസ്ട്രി ചോദ്യങ്ങളിലെ മലയാളം തർജ്ജിമയിലാണ് ഗുരുതര തെറ്റുകൾ കണ്ടെത്തിയത്. +1 ബയോളജി പേപ്പറിൽ മാത്രം 20 അക്ഷരത്തെറ്റുകളാണ് കണ്ടെത്തിയത്. +2 എക്കണോമിക്സ് ചോദ്യപേപ്പറിലെ ഒരു വാചകം ഇങ്ങനെ: ഉപഭോക്താവിന്റെ വരുമാനം കരയുന്നു. ചോദ്യം തയ്യാറാക്കിയയാൾ കുറയുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അച്ചടിച്ചു വന്നപ്പോൾ കരച്ചിലായി. ഇനി +1 ബയോളജി. സൈക്കിളിൽ എന്നത് ചോദ്യത്തിൽ സൈക്കിളിൽ എന്നാണ് അച്ചടിച്ചു വന്നത്. വ്യത്യാസങ്ങൾക്ക് പകരം വൈത്യാസങ്ങൾ. ചോദ്യപേപ്പറിലെ മലയാളം തർജ്ജമയിലാണ് തെറ്റുകളെല്ലാം. +1 ബയോളജി ചോദ്യപേപ്പറിൽ 14, +2 കെമിസ്ട്രി ചോദ്യപേപ്പറിൽ 6, എക്കണോമിക്സിൽ 2 തെറ്റുകളുണ്ട്. വാചക ഘടനയിലും പിഴവുകൾ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം +2 മലയാളത്തിൽ 27 ചോദ്യങ്ങളിൽ 14 തെറ്റുകൾ കണ്ടെത്തിയിരുന്നു. പ്രൂഫ് റീഡിംഗ് കൃത്യമായി നടത്താത്തതാണ് തെറ്റുകൾ കടന്നുകൂടാൻ കാരണം. വിദ്യാഭ്യാസ വകുപ്പ് പക്ഷേ ഈ തെറ്റുകളൊന്നും കണ്ടതായി ഭാവിക്കുന്നേയില്ല. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതി നടപ്പാകില്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. സിൽവർ ലൈൻ ഉപേക്ഷിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ കേന്ദ്രവുമായി ബദൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറാണ്. പദ്ധതിക്ക് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ അനുമതി നൽകില്ല. ബദൽ പദ്ധതി ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നതല്ല എന്നും ഇ ശ്രീധരൻ പറഞ്ഞു. കേരളയിൽ വരാൻ യാതൊരു സാധ്യതയില്ല. അത് പണ്ടത്തെ സിൽവർ ലൈൻ. പക്ഷെ അതിന് ബദലുള്ള ഒരു പ്രപ്പോസൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പ്രപ്പോസൽ കേരള ഗവൺമെൻറ്റിന് ഇഷ്ടമായി. ഞാനും ചീഫ് മിനിസ്റ്ററുമായിട്ട് അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടന്നു. അദ്ദേഹത്തിന് ഇത് ബോധ്യമായി. അതുകൊണ്ട് നടക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ. കേരളത്തിനേക്കാളും വളരെ ഉപകാരമുള്ള സാഹചര്യം. പിന്നെ നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പാലക്കാട് കുളപ്പുള്ളിയിൽ കയറ്റിറക്ക് യന്ത്രത്തിനെതിരായ കുടിൽകെട്ടി സമരത്തിൽ വിശദീകരണവുമായി CITU. ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ച് സിമന്റ് ലോഡ് ഇറക്കുന്നതാണ് തടഞ്ഞത് എന്നാണ് CITUവിന്റെ പ്രതികരണം. യന്ത്രത്തിൽ നിന്ന് സിമന്റ് ചാക്കുകൾ തൊഴിലാളികൾ തലച്ചുമടായി മാറ്റുന്ന ദൃശ്യങ്ങൾ CITU പുറത്തുവിട്ടു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, അപ്പോൾ CITU ആവശ്യപ്പെടുന്നത് ഈ യന്ത്രത്തിൽ നിന്ന് ഇറക്കുന്ന സിമന്റ് ചാക്കുകൾ കൈകാര്യം ചെയ്യാൻ അവരെ അനുവദിക്കണം, അതിന് CITU തൊഴിലാളികളെ അനുവദിക്കണം എന്നതാണോ അവരുടെ ആവശ്യം? അതോ ഈ യന്ത്രം ഈ നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിനെതിരെയാണോ അവരുടെ സമരം? എന്താണ് അതിൽ സംഘടനയുടെ വിശദീകരണം? സംഘടനയുടെ വിശദീകരണം ചുമട്ടുതൊഴിലാളി നേതാക്കൾ അല്പസമയം മുൻപാണ് പാലക്കാട് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. അതിനുശേഷമാണ് ഈ വീഡിയോ അവർ പുറത്തുവിടുന്നത്. ഇത് 3 മാസങ്ങൾക്ക് മുൻപ് അവർ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് വന്ന സമയത്ത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നറിയാൻ വേണ്ടി അവർ തന്നെ ഉടമയുടെ സഹകരണത്തോടു കൂടി ഇറക്കിയ വീഡിയോ ആണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ വളരെ പതുക്കെ മാത്രമേ തലച്ചുമടായിട്ട് വേണം ഇതിലേക്ക് വെക്കാൻ. അതിനുശേഷം വളരെ പതുക്കെ മാത്രമേ അതിൽ പുറത്തേക്ക് അപ്പുറത്തേക്ക് പോവുകയുള്ളൂ. അത് അപ്പുറത്ത് നിന്ന് എടുത്തു വെക്കാനും 2 പേർ വേണം. അങ്ങനെ 4 തൊഴിലാളികളോ അല്ലെങ്കിൽ 5 തൊഴിലാളികളോ നിർബന്ധമായും വേണം. ലോറിയിൽ ഇറക്കുന്നത് യന്ത്രം നേരിട്ട് വന്ന് ഇറക്കില്ല എന്നാണ് CITU നേതാക്കൾ പറയുന്നത്. അപ്പോൾ ഈ യന്ത്രം തന്നെ തട്ടിപ്പാണ് എന്ന് അവർ പറയുന്നുണ്ട്. യന്ത്രം ഉപയോഗിക്കുന്നതിൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. തങ്ങളുടെ തൊഴിലാളികൾക്ക് കൂടി ജോലി നൽകണം. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കാർഡില്ലാത്ത തൊഴിലാളികളാണ്. ചട്ടപ്രകാരം ചുമട്ട് തൊഴിലാളികൾക്ക് അംഗീകൃത കാർഡുണ്ട്. തങ്ങളുടെ തൊഴിലാളികൾക്ക് മാത്രമേ അതുള്ളൂ എന്നാണ് CITU നേതാക്കൾ പറയുന്നത്. അവരുടെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെയാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്തായാലും വ്യാപാരികൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഹർത്താൽ നടത്തിയിരുന്നു. അതിനെതിരെ 26-ന് ഒരു വലിയ പ്രതിഷേധം ജില്ലയിലെ ഭൂരിഭാഗം തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധ യോഗം അവിടെ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഉടമ പറയുന്നത് പച്ചക്കള്ളമാണ്, തൊഴിൽ നിഷേധിക്കാൻ വേണ്ടി ഒരു തട്ടിപ്പ് യന്ത്രം കൊണ്ടുവന്നിരിക്കുകയാണ് എന്നൊരു വിശദീകരണമാണ് അല്ലെങ്കിൽ ആരോപണമാണ് CITU നേതാക്കൾ ഉന്നയിക്കുന്നത്. വിജയകുമാർ. യെസ്, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഈ സിമന്റ് ചാക്കുകൾ തൊഴിലാളികൾ തന്നെ തലച്ചുമടായി മാറ്റുന്ന
നേരത്തെ അവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആ ജോലി ചെയ്ത സമയത്തെ ദൃശ്യങ്ങളാണ് CITU പുറത്തുവിട്ടത്. അതിലാണ് ഒരു ഇടപെടൽ വേണമെന്ന് സംഘടന ആവശ്യപ്പെടുന്നത്. അതാണ് CITUവിൻ്റെ ഇപ്പോഴത്തെ വിശദീകരണം. ശ്രീജിത്ത് ശ്രീകുമാരനായിരുന്നു വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് NGO ക്വാർട്ടേഴ്സ് റേഷൻ കടയിൽ വിതരണത്തിനെത്തിച്ചത് പുഴുവരിച്ച അരി. 18 ചാക്ക് അരിയാണ് പുഴു നിറഞ്ഞ നിലയിലുള്ളത്. മിഥില ബാലൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. NGO ക്വാർട്ടേഴ്സിന് സമീപത്തെ റേഷൻ കടയിൽ വിതരണത്തിനെത്തിച്ച പച്ചരിയാണ് പുഴുവരിച്ച നിലയിൽ കാണുന്നത്. 18 ചാക്കോളം അരി ഇത്തരത്തിൽ പുഴുവരിച്ച നിലയിലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത്തരത്തിൽ പച്ചരി പുഴുവരിച്ച നിലയിലുള്ളത് 18 ചാക്കോളമുണ്ട്. കഴിഞ്ഞ മാസം അവസാനമാണ് ഇത്തരത്തിൽ ചാക്ക് ഇവിടെ വിതരണത്തിനായി എത്തിച്ചത്. ഇന്ന് രാവിലെ സമീപത്തുള്ള ഒരാൾ പച്ചരി വാങ്ങാൻ എത്തിയപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ 24-നൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾ വാങ്ങിയ ചാക്കരിയിൽ പുഴുവിനെ കണ്ടതാണോ? പച്ചരിയിൽ അരി കുറവാണ്, പുഴുവിൻ്റെ കൂടുമാണ് കൂടുതൽ. 3 കിലോ അരി വാങ്ങിച്ചു. അത് ഒരു കാരണവശാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ ഫുഡ് സേഫ്റ്റിയിലൊക്കെ വിളിച്ച് പരാതി പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു നമുക്കത് അന്വേഷിക്കാം, അതിനുള്ള നടപടി എടുക്കാം. ഒരു നടപടി ഉണ്ടാവില്ലെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഇത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണല്ലോ ഈ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു TV-യിലുള്ളൊരു പ്രോഗ്രാം ഇതെല്ലാം ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെതിരെ ആർക്കും നടപടി എടുക്കാൻ പറ്റുക? ആർക്കെതിരെ നടപടി എടുക്കും? ഇതിങ്ങനെ തന്നെ പോവുള്ളൂ. റേഷൻ കട നടത്തിപ്പുകാരൻ ഇപ്പോൾ ചേരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയിൽ ഇത് എപ്പോഴാണ് പെട്ടത്? ഇതിന്ന് രാവിലെ ഫ്രാൻസിസ് ചേട്ടന് വേണ്ടിയിട്ട് ഇത് ചാക്ക് പൊട്ടിച്ചപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് നമ്മൾ വിളിച്ചറിയിച്ചിട്ടുണ്ട്, അരി മാറ്റിത്തരാം, നമുക്ക് മുൻകൂട്ടിയുള്ള ഉത്തരവാണ്. മോശമായ അരി ഒരാൾക്കും കൊടുക്കരുതെന്നുള്ള ഉത്തരവ് മുൻകൂട്ടിയുള്ളതാണ്. ഒരു കസ്റ്റമറിന് മോശമായ അരിയുണ്ട്, മോശമായ അരി തിരിച്ച് അയക്കണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറ്. എപ്പോൾ എത്തിച്ച അരിച്ചാക്കുകളാണിത്? ഇത് ഒരാഴ്ച മുമ്പ് എത്തിച്ചാണ്. വേറെ ചാക്കുണ്ടായിരുന്നു, അതിൻ്റെ 2 ആഴ്ച മുമ്പ് വന്ന ചാക്കുണ്ടായിരുന്നു, അത് പൊട്ടിച്ചത്. ഇത് പൊട്ടിക്കാൻ തുടങ്ങിയവരാണ് ഇത് കണ്ടത്. പിന്നെ ആർക്കും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുൻപ് ആരെങ്കിലും പരാതിയായിട്ട്? ഇല്ല, ഫസ്റ്റിലത്തെ പരാതിയാണിത്. മുമ്പൊന്നും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് പിന്നെ ഈ അരി എടുത്തിട്ട് പകരം നല്ല അരി തരുമെന്ന് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 18 ചാക്കോളം അരി പച്ചരി ഇത്തരത്തിൽ പുഴുവരിച്ച നിലയിലാണുള്ളത്. അത് ഇവിടെ നിന്നും റീപ്ലേസ് ചെയ്യും എന്നാണ് ഇപ്പോൾ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന അരി പുഴു അരിച്ചത് എന്നത് വളരെ ദുഃഖകരമുള്ള കാര്യം തന്നെയാണ്. നടപടി ഇതാരാണ് ഇത്തരത്തിൽ പുഴുവരിച്ച അരി നൽകിയത് എന്നത് കണ്ടെത്തി കൃത്യമായി തന്നെ നടപടി വേണം എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടിരിക്കുന്ന ആൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പുതിയ കമ്മിറ്റികളെ നിശ്ചയിക്കുന്നതിന് പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരം അനുവദിക്കേണ്ടെന്ന് CPI തീരുമാനം. എല്ലാ തെരഞ്ഞെടുപ്പുകളും സമവായത്തിലൂടെ വേണമെന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശം. സമ്മേളനങ്ങളിൽ അനാരോഗ്യകരമായ ചർച്ചകൾക്ക് വിലക്കേർപ്പെടുത്താനും സംസ്ഥാന എക്സിക്യൂട്ടീവ് നിർദ്ദേശിച്ചു. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങൾ ലോക്കൽ തലം കടന്ന് മണ്ഡലം തലത്തിലേക്ക് എത്തുമ്പോഴാണ് CPI സംസ്ഥാന നേതൃത്വം പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുന്നത്. വ്യാഴാഴ്ച ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവാണ് പെരുമാറ്റച്ചട്ടത്തിന് അന്തിമ രൂപം നൽകിയത്. അസിസ്റ്റന്റ് സെക്രട്ടറി E. ചന്ദ്രശേഖരൻ കൺവീനറായ സംഘടനാ സബ് കമ്മിറ്റിയാണ് പെരുമാറ്റച്ചട്ടം തയ്യാറാക്കിയത്. സമ്മേളനങ്ങളിൽ മത്സരം അനുവദിക്കേണ്ടതില്ലെന്നതാണ് പെരുമാറ്റച്ചട്ടത്തിലെ പ്രധാന നിർദ്ദേശം. പുതിയ കമ്മിറ്റികളുടെ തിരഞ്ഞെടുപ്പ് സമവായത്തിലൂടെയാകണം. സമവായ നിർദ്ദേശം അവഗണിച്ച് മത്സരത്തിലേക്ക് പോയാൽ ആ സമ്മേളനം നിർത്തിവെക്കും. മത്സര നീക്കത്തിന് പിന്നിൽ വിഭാഗീയത ഉണ്ടോ എന്ന് പരിശോധിച്ചുറപ്പാക്കാനാണ് സമ്മേളനം നിർത്തിവെക്കുന്നത്. ഇങ്ങനെ നിർത്തിവെക്കുന്ന സമ്മേളനങ്ങൾ മേൽഘടകത്തിലെ തീരുമാനപ്രകാരം പിന്നീട് പൂർത്തീകരിക്കും. നിർത്തിവെക്കുന്ന സമ്മേളനങ്ങൾ പാർട്ടി കോൺഗ്രസ് ശേഷമേ നടക്കാൻ സാധ്യതയുള്ളൂ. വിഭാഗീയ ശ്രമങ്ങൾ നടക്കുന്ന കമ്മിറ്റികൾ നേതൃത്വത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും പെരുമാറ്റച്ചട്ടം നിർദ്ദേശിക്കുന്നുണ്ട്. സമ്മേളനങ്ങൾ വ്യക്തികേന്ദ്രീകൃതവും അനാരോഗ്യകരവുമായ ചർച്ചകളുണ്ടാകുന്നതും തടയും. ചർച്ചകൾ ചോർന്ന് മാധ്യമങ്ങളിൽ എത്തിക്കുന്നത് നിയന്ത്രിക്കണമെന്നും പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നുണ്ട്. പുതിയ കമ്മിറ്റി നിശ്ചയിക്കുമ്പോൾ മത്സരം ഒഴിവാക്കണമെന്ന നിർദ്ദേശത്തിൽ നേതാക്കൾക്ക് കടുത്ത എതിർപ്പുണ്ട്. പ്രതിനിധികളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കലാണെന്നാണ് വിമർശനം. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പിണറായി വിജയനെ കൂടാതെ CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ മറ്റു ചിലർക്ക് കൂടി പ്രായപരിധിയിൽ ഇളവ് ഉണ്ടായേക്കുമെന്ന് സൂചന. മണിക് സർക്കാരിനും ബൃന്ദ കാരാട്ടിനും ഇളവ് ലഭിക്കാനാണ് സാധ്യത. അതേസമയം 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള നിർണായക CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേരുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പ്രായപരിധി 75 എന്നത് കർശനമായി പാലിക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. എന്നാൽ പ്രായപരിധി കർശനമായി പാലിച്ചാൽ 7 PB അംഗങ്ങൾ ഒന്നിച്ചൊഴിയേണ്ടി വരും. അനുഭവ സമ്പത്തുള്ള നേതാക്കൾ ഒന്നിച്ചൊഴിയുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ചില നേതാക്കൾ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണയും ഇളവുണ്ടാകുമെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ദേശീയ തലത്തിൽ സജീവമായ ചില നേതാക്കൾക്ക് കൂടി ഇളവ് നൽകണമെന്ന അഭിപ്രായമുണ്ട്. അങ്ങനെയെങ്കിൽ മണിക് സർക്കാരിനും ബൃന്ദ കാരാട്ടിനും ഇളവ് ലഭിക്കാനാണ് സാധ്യത. അതേസമയം ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രായപരിധി ചർച്ചയാകില്ലെന്ന് PB അംഗം MA ബേബി 24നോട് പറഞ്ഞു.
പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് ചേരുന്ന PBCC യോഗങ്ങളിലുമാണ് ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ അതിനെക്കുറിച്ചുള്ള യാതൊരു ചർച്ചയും ഉണ്ടാവില്ല. പ്രായപരിധിയിൽ ഇളവുണ്ടാകില്ലെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഗൗരവമുള്ളൊരു ചോദ്യമായതുകൊണ്ട് ഗൗരവമുള്ള ഉത്തരം പറയാം, ഇല്ല. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മധുരയിൽ ചേരുന്ന പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കുക. പ്രായപരിധിയുടെ പേരിൽ ഒഴിയുന്ന നേതാക്കൾക്ക് അവർക്ക് അനുഭവ സമ്പത്തുള്ള മേഖലകളിൽ ചുമതലകൾ നൽകുന്നത് സംബന്ധിച്ചും പാർട്ടി കോൺഗ്രസിൽ തീരുമാനമെടുക്കും. 24 ഡൽഹി. സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. ഇനി വിശദമായ കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.